പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികളും നിലവിലെ സ്ഥിതിഗതികളിലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യോഗത്തിൽ വിശദീകരിക്കും. അതേസമയം ജമ്മു ഡിവിഷനിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, പാർലമെന്റ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികളും നിലവിലെ സ്ഥിതിഗതികളും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യോഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. നിഖിലെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ കൂടാതെ ജമ്മു കാശ്മീരിലെ സൈനിക നടപടികൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം, ഒപ്പം നിലവിൽ ഭാരതം നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനുമായും ഒപ്പം ചൈന, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഈ മറ്റു രാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിൽ ഏത് രീതിയിലുള്ള മറുപടികൾ, ഏത് രീതിയിലുള്ള വിശദീകരണം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനോടകം നൽകിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി വിക്രം മിശ്രി ഈ യോഗത്തിൽ വിശദീകരിക്കുക. പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് ഇന്നിപ്പോൾ ആ യോഗം ചേരുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമെന്നുള്ളത് നിലവിലെ ഈ പുതിയ സാഹചര്യത്തിൽ ഭാരതത്തിന്റെ നിലപാടുകൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുന്നതിനായി ഒരു സർവകക്ഷി സംഘം ഈ മാസം 22 മുതൽ വിവിധ വിദേശ രാജ്യങ്ങളിലുള്ള പര്യടനം ആരംഭിക്കുകയാണ്. വിവിധ എംപിമാർ, അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എംപിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ സംഘങ്ങളാണ് ലോകരാജ്യങ്ങളിൽ സന്ദർശിച്ചുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ഇതുമായി ബന്ധപ്പെട്ട ഭാരതം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, പാകിസ്ഥാൻ എത്രത്തോളം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ തുറന്നു കാട്ടുന്നതിനും ഭാരതത്തിന്റെ നിലപാട് അറിയിക്കുന്നതിനും അടുത്ത ദിവസങ്ങളിൽ മുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി യാതൊരു തരത്തിലുമുള്ള ഉഭയകക്ഷി ബന്ധം ഇനിയില്ല എന്ന് ഭാരതം പ്രഖ്യാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നടപടികളുടെ വിശദാംശങ്ങൾ, അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും പാകിസ്ഥാൻ പൗരന്മാരെ മുഴുവനായും രാജ്യം വിട്ടു പോകാൻ ആവശ്യപ്പെട്ടതും ഉൾപ്പെടെയുള്ള നടപടികൾ, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വിക്രം മിശ്രി ഈ യോഗത്തിൽ അറിയിക്കും. കൂടാതെ സൈനിക നടപടികൾ, ഓപ്പറേഷൻ സിന്ദൂർ ഏത് രീതിയിൽ നടപ്പാക്കി, നിലവിൽ പാകിസ്ഥാനുമായും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന മറ്റ് രാജ്യങ്ങളുമായും, ചൈനയും തുർക്കിയും അസർബൈജാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ ഏതു തരത്തിലുള്ള നയതന്ത്ര ബന്ധമാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്, പാകിസ്ഥാന് എത്രത്തോളം വ്യാപാര മേഖലയിൽ ഭാരതം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള മുഴുവൻ വിശദാംശങ്ങളും, സർക്കാർ തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളുടെ വിശദാംശങ്ങളും, ഒപ്പം ഏത് രീതിയിലാകണം ഇക്കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പ്രസന്റ് ചെയ്യേണ്ടത്, വിശദീകരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും വിക്രം മിശ്രി ഈ യോഗത്തിൽ വിശദീകരിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം അതിർത്തി മേഖലകളിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ നിലവിൽ ജമ്മു കശ്മീർ ശാന്തമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലധികമായി പാകിസ്ഥാന്റെ ഭാഗത്ത് യാതൊരു തരത്തിലുമുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ല. ഒപ്പം ജമ്മു കശ്മീരിൽ ഭീകരവാദികളെ പിടികൂടുന്നതിന്, അല്ലെങ്കിൽ നിലവിൽ സ്ലീപ്പർ സെല്ലുകളായിരിക്കുന്ന സ്ഫോടനം ഉൾപ്പെടെ നടത്താൻ ആസൂത്രണം ചെയ്യുന്ന ഭീകരവാദികളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള പ്രത്യേക ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാകുകയും നിലവിൽ സ്ഥിതി ശാന്തമാകുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ജമ്മു സെക്ടറിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി ഇതിനോടകം സർക്കാർ നൽകിയിട്ടുള്ളത്. ഒപ്പം അതിർത്തി മേഖലകളിലെ ഗ്രാമങ്ങളിലേക്ക് അവിടെ താമസിച്ചിരുന്ന ആളുകളെ തിരികെ എത്തിക്കുന്ന നടപടി ഘട്ടം ഘട്ടമായി പുരോഗമിക്കുകയാണ്. നിയന്ത്രണ രേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രാമങ്ങളിലേക്ക്, വീടുകളിലേക്ക് നിലവിൽ ആളുകളെ എത്തിക്കേണ്ട എന്നുള്ളതാണ് തീരുമാനം. പകരം പൂഞ്ച്, രജൌരി ഉൾപ്പെടെ ആ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഈ നടപടികൾ ശക്തമായ സമയത്ത് ഷെല്ലാക്രമണം നടന്ന മേഖലകളിലേക്കെല്ലാം പൂർണ്ണമായും ജനങ്ങളെ തിരികെ എത്തിച്ചു തുടങ്ങുകയാണ്. അതിർത്തി മേഖലയിൽ പ്രതിരോധ നിര ശക്തമാണ്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമായ പശ്ചാത്തലത്തിലാണ് ജമ്മു സെക്ടറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും കഴിഞ്ഞ ദിവസം യോഗം ചേർന്നുകൊണ്ട്, ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇന്നിപ്പോൾ ഈ പാർലമെന്റിന്റെയും വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി യോഗം ചേരുന്നത്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം പൂർത്തിയായാൽ 2 ദിവസത്തിനകം ഭാരതത്തിന്റെ സർവകക്ഷി സംഘം വിവിധ ലോകരാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട, നിലവിൽ നിലനിന്നിരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ ലോകരാജ്യങ്ങളിൽ ഭാരതത്തിന്റെ നിലപാടുകൾ വിശദീകരിക്കും. നിഖിൽ. ശരി ജിഷ്ണു, പാർലമെന്റ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികളും നിലവിലെ സ്ഥിതിഗതികളിലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യോഗത്തിൽ വിശദീകരിക്കും. അതേസമയം ജമ്മു ഡിവിഷനിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.